ചിലരൊക്കെ കരുതിയത് പിണറായി വിജയൻ ചിരഞ്ജീവിയായി മൂന്നാമതും മുഖ്യമന്ത്രി പദത്തിൽ വരും, അവിടെ തന്നെ ഉറച്ചിരിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ചെയ്തു കൂട്ടിയ ചില അപരാധങ്ങൾ, ചിലരോടൊക്കെ ജനങ്ങളോടൊക്കെ ചെയ്ത ചില ആക്രമണങ്ങൾ അതിപ്പോ തിരിച്ചടിച്ചിരിക്കുകയാണ് ചില സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക്. പറഞ്ഞു വരുന്നത്, നവകേരള സദസ്സിനിടെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, കറുത്ത കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച സംഭവം. ചെടിച്ചട്ടിയൊക്കെ എടുത്തിട്ടാണ് ക്രൂരമായി മർദ്ദിച്ചത്. അത് രക്ഷാപ്രവർത്തനം എന്നാണ് അന്നത്തെ സർക്കാർ വാഴ്ത്തിപ്പാടിയത്. ആ സംഭവത്തിൽ അന്വേഷണം മുറുകുകയാണ്. ആ സമയത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തിൽ ഉണ്ടായിരുന്ന ചില വ്യക്തികൾ, അവരെയൊക്കെ ഇനിയിപ്പോ അന്വേഷണ പരിധിയിൽ വരും എന്നുള്ളത് കൊണ്ട് തന്നെ അന്ന് ആക്രമണത്തിന് നേതൃത്വം നൽകുകയും പിന്നീട് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തകർ എന്ന് വിശേഷിപ്പിക്കുകയും ഒക്കെ ചെയ്ത സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ 2 പേരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തെ തന്നെ നിലനിർത്തണമെന്ന് വലിയ സമ്മർദ്ദം വരികയാണ്. കാരണം പുറത്തിറങ്ങി മറ്റൊരു സുരക്ഷാ വിഭാഗത്തിലേക്കോ മറ്റോ വരികയാണ് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിലും എന്തായാലും പണി കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഏകദേശം ഷൗക്കത്ത് അലിയാണ് അത് അന്വേഷിക്കാൻ എത്തിയിരിക്കുന്നത്. എവിടെയാണെങ്കിലും അദ്ദേഹം അവിടെ ചെന്ന് പൊക്കുന്ന സ്വഭാവക്കാരനാണ്, പ്രകൃതക്കാരനാണ്. മുൻപുള്ള അദ്ദേഹം അന്വേഷിച്ച കേസുകളുടെ എല്ലാം ആ ഒരു രീതികൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പാവങ്ങളെ തല്ലിച്ചതച്ചവർ ഇപ്പോ എവിടെ ഒളിക്കണം എന്ന് കരുതി നടക്കുകയാണ്. കൂട്ടത്തിൽ പിണറായി വിജയനോട് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം, പിണറായി വിജയന്റെ ആ ഒരു സുരക്ഷാ സംഘത്തെ തന്നെ ഞങ്ങളെ ഒന്ന് നിർത്തണം, അപ്പോൾ ആ പേരും പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് കൂടുതൽ ഇത്തരം നടപടികൾ നേരിടേണ്ടി വരില്ല എന്നാണ് ഈ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. UDF സർക്കാർ അധികാരമേറ്റ ഉടൻ ഈ മർദ്ദന കേസിൽ പ്രത്യേക ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് നടപടി ഭയന്ന ഈ ഉദ്യോഗസ്ഥർ പോലീസ് സംഘടനകൾ വഴി രാഷ്ട്രീയ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയത്. എന്തായാലും നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കി കണ്ട് കാണാം. 2023 ഡിസംബറിൽ ആലപ്പുഴയിൽ വെച്ചായിരുന്നു കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച മർദ്ദനം അരങ്ങേറിയത്. നവകേരള സദസ്സിന്റെ ബസ്സിന് നേരെ കറുത്ത കൊടി കാട്ടി അന്നത്തെ KSU ജില്ലാ പ്രസിഡന്റും ഇന്നത്തെ ആലപ്പുഴ MLA-യുമായ AD തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജ്വൽ കുര്യാക്കോസ് എന്നിവരെ പോലീസുകാർ തടഞ്ഞു മാറ്റിയിരുന്നു. എന്നാൽ ഇവർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്നിറങ്ങിയ ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥനായ S സന്ദീപും ചേർന്ന് ലാത്തി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ ഈ സംഭവം വൻ വിവാദമായി. എങ്കിലും മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അന്ന് അവരെ അവിടെ രക്ഷിക്കാൻ. അവർ ചെയ്തത് ആക്രമമല്ല എന്നും തന്റെ ജീവൻ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു എന്നുമാണ് പിണറായി വിജയൻ അന്ന് ന്യായീകരിച്ചത്. എന്നാൽ ഭരണം മാറി കഥ മാറി. VD സതീശൻ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റതിന് പിന്നാലെ ഈ കേസ് വീണ്ടും അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. അന്വേഷണം വേഗത്തിലാക്കാനും കർശന നടപടി സ്വീകരിക്കാനും പുതിയ സർക്കാർ നിർദ്ദേശവും നൽകിയെന്നാണ് അറിയുന്നത്. ഇതോടെയാണ് പ്രതിക്കൂട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് മുട്ടടിക്കാൻ തുടങ്ങിയത്. മുൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ടീമിൽ തുടർന്നു പോയാൽ സർക്കാരിന്റെ നേരിട്ടുള്ള വകുപ്പ് തല നടപടികളിൽ നിന്നും അറസ്റ്റിൽ നിന്നുമൊക്കെ ഒരു പരിധിവരെ രക്ഷപ്പെടാം എന്ന കണക്കുകൂട്ടലിലാണ് ഇവർ. എന്തായാലും ഇത് പലർക്കുമുള്ള ഒരു പാഠമാണ്. തിരിച്ച് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടി കൊടുത്തോളൂ അല്ലെങ്കിൽ കൈകാര്യം ചെയ്തോളൂ എന്ന നിർദ്ദേശം കിട്ടിയാൽ ഉടനെ തല്ലിച്ചതച്ച് സർക്കാരിന്റെ ആളാണ്, ഇനി ഒന്നും സംഭവിക്കാൻ പോണില്ല, കൊടുക്കാൻ വരണ്ട് എന്ന് പറഞ്ഞ് തല്ലിച്ചതയ്ക്കുന്ന ചില ഉദ്യോഗസ്ഥർ ഇനിയിപ്പോ അടുത്ത സർക്കാരിലാണെങ്കിലും അത്തരം ഉദ്യോഗസ്ഥർ, അത്തരം സർക്കാരിന്റെ ആ ഒരു ബലത്തിൽ കർക്കശം ആരും കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊരു സൈക്കിൾ പോലെയാണ്. ശരിക്കും നമ്മൾ ജനങ്ങൾ തന്നെയാണ് ഈ സംസ്ഥാനത്തിന്റെ ഭരണാധികാരികളെന്ന് സ്വയം വിശ്വസിക്കുക. നമ്മൾ കൊണ്ടുവരുന്നവരാണ് ഈ ഭരണസാരഥ്യം നിർവഹിക്കുന്നത്. അവരുടെ ബാക്കിൽ നിന്നുകൊണ്ട് രാജ്യത്തെ ക്രമസമാധാന വ്യവസ്ഥയെ കൊഞ്ഞനം കുത്തി കാണിക്കുക, സംസ്ഥാനത്തെ ക്രമസമാധാന വ്യവസ്ഥയെ കൊഞ്ഞനം കുത്തി കാണിക്കുക, തങ്ങൾക്ക് എന്തുമാകും എന്നുള്ള നിലപാടുകൾ സ്വീകരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കുള്ള വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ. എവിടെ ഒളിക്കണം, പിന്നെ എന്താ പണ്ട് പുരാണങ്ങളിലൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ സൈന്യത്തെ പേടിച്ച് പലയിടത്തും ഒളിച്ച ആണുങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ എവിടെ ഒളിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ മീശ വെച്ച സുരക്ഷാ പ്രവർത്തകരായ ആണുങ്ങളെ കണ്ടാണ് ഇപ്പോൾ കേരളം അടക്കിച്ചിരിക്കുന്നത്. അടക്കിച്ചിരിക്കരുത്, പൊട്ടിച്ചിരിക്കുക തന്നെ വേണം. അത്രമാത്രം അഹങ്കരിച്ച 10 വർഷമാണ് നമുക്ക് മുന്നിലൂടെ കടന്നുപോയത്. ചിരഞ്ജീവിയായി മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വാഴും എന്ന ആ ഒരു അഹന്തയ്ക്കാണ് അവസാനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പുതിയ സർക്കാരിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്ന ധൈര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കേരളം മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.